നമസ്കാരം. ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ചില സുപ്രധാനമായ തീരുമാനങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നു. പാലക്കാടും തിരുവനന്തപുരത്തുമുണ്ടായ അപകടങ്ങളെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ കെ.ബി. ഗണേഷ് കുമാർ ഇത്തരത്തിലുള്ള ഒരു തീരുമാനമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. പുതിയ ഗതാഗത പരിഷ്കരണ നിയമം അനുസരിച്ച് ഏതെങ്കിലും സ്വകാര്യ വാഹനങ്ങൾ, അത് ബസ്സാവട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വകാര്യ വാഹനങ്ങളാവട്ടെ, റോഡിൽ അപകടമുണ്ടാക്കി ആളുകൾ മരിക്കാൻ ഇടയായി കഴിഞ്ഞാൽ ആ ബസ്സിൻ്റെ 6 മാസത്തേക്ക് പെർമിറ്റ് കട്ട് ചെയ്യും, റദ്ദ് ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഗുരുതരമായ അപകടമുണ്ടാകുകയും അതിൽ മരണം സംഭവിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വാഹനങ്ങളുടെ 3 മാസത്തേക്ക് പെർമിറ്റ് കട്ട് ചെയ്യും എന്നാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഇത് സ്വകാര്യ വാഹനങ്ങളുടേത് മാത്രമാണ്, അല്ലെങ്കിൽ സ്വകാര്യ വാഹനങ്ങൾക്ക് മാത്രമാണ് മന്ത്രി ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. റോഡ് ഗതാഗതത്തിൽ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ആവശ്യം തന്നെയാണ്, കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ആവശ്യമാണ്. അതുപോലെ തന്നെ റോഡിൽ കൃത്യമായ രീതിയിൽ വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുമ്പോഴും അതിന് കർശനമായ നീതിന്യായ കർശനമായ വ്യവസ്ഥയിലൂടെ മാത്രം തന്നെ ഇത് കൊടുക്കാനും പാടുള്ളൂ. എന്നാൽ സ്വകാര്യ വാഹനങ്ങൾക്ക് മാത്രമായി ഇങ്ങനെ അപകടമുണ്ടാകുന്ന വാഹനങ്ങളുടെ 6 മാസം പെർമിറ്റ് കട്ട് ചെയ്യും, ഗുരുതരമായ അപകടമുണ്ടാക്കിയിട്ടും ആൾനാശം സംഭവിക്കുന്നില്ല, മരണം സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരം വാഹനങ്ങൾക്ക് 3 മാസത്തെ പെർമിറ്റ് കട്ട് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം നിയമങ്ങൾ ഡ്രൈവർമാരെ മാത്രമല്ല ബാധിക്കുന്നത്. അതായത് സ്വകാര്യ വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാരുടെ പെർമിറ്റ് കട്ട് ചെയ്യും, അഥവാ അവരെ ആജീവനാന്തം വിലക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഡ്രൈവറുടെ അനാസ്ഥ മൂലം റോഡിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ലക്ഷക്കണക്കിന് രൂപ മുടക്കി വാഹനങ്ങൾ വാങ്ങിയിട്ടിരിക്കുന്ന ഉടമസ്ഥർക്ക് എന്തുകൊണ്ടാണ് ഇത്തരം നിയമങ്ങൾ ബാധകമാകുന്നത്? ഡ്രൈവറുടെ അനാസ്ഥ മൂലം ഏതെങ്കിലും അപകടങ്ങൾ ഉണ്ടാവുകയോ അപകടത്തിൽ ആളുകൾ മരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പണം മുടക്കി വാഹനം മേടിച്ചിട്ടിരിക്കുന്ന ഉടമയ്ക്ക് ആ വാഹനത്തിൻ്റെ പെർമിറ്റ് കട്ട് ചെയ്താൽ എത്രത്തോളം നഷ്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളത് എന്തുകൊണ്ടാണ് കെ.ബി. ഗണേഷ് കുമാർ മനസ്സിലാക്കാത്തത്? പകരം ഡ്രൈവറുടെ അനാസ്ഥ മൂലം റോഡിൽ അത്തരം ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ അപകടത്തിൻ്റെ കാരണങ്ങൾ കൃത്യമായി പരിശോധിച്ച് ഡ്രൈവറുടെ അനാസ്ഥ കൊണ്ടാണ് അപകടം ഉണ്ടായിരിക്കുന്നത് എന്ന് അന്വേഷണ സംഘങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ ഡ്രൈവറുടെ പെർമിറ്റ് കട്ട് ചെയ്യുകയോ വർഷങ്ങളോളം ഡ്രൈവിംഗ് ജോലിയിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തുകയോ ജയിലിലടയ്ക്കുകയോ എല്ലാം ചെയ്യാം. അത് കൃത്യമായ ഒരു മാർഗനിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ വീണ്ടും ഇത്തരത്തിലുള്ള അപകടങ്ങൾ കുറയ്ക്കാൻ ഒരുപക്ഷെ സാധ്യതയുണ്ടാകാം. അല്ലാതെ ലക്ഷക്കണക്കിന് രൂപ ഏതെങ്കിലുമൊക്കെ ബാങ്കുകളിൽ നിന്നും വായ്പയെടുത്ത് സംരംഭം എന്ന രീതിയിൽ സ്വകാര്യ വാഹനങ്ങൾ കൊണ്ടു നടക്കുന്ന മുതലാളിമാരെ, അല്ലെങ്കിൽ തൊഴിലാളികളായ മുതലാളിമാരെ ഇത്തരത്തിലുള്ള നിയമങ്ങൾ ചതിക്കുകയായിരിക്കും. ഏതെങ്കിലും തരത്തിൽ ഡ്രൈവറുടെ അനാസ്ഥ മൂലം ഒരു അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വകാര്യ വാഹനങ്ങൾ 6 മാസത്തെ പെർമിറ്റ് കട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വായ്പയെടുത്ത് വാഹനം വാങ്ങിയ ആൾ എന്ത് ചെയ്യും? വായ്പ തിരിച്ചടവ് മുടങ്ങും, വണ്ടി ജപ്തി ചെയ്ത് കൊണ്ടുപോകേണ്ട അവസ്ഥയിലേക്ക് വരും. ഈ വാഹനം വായ്പയെടുത്ത് വാങ്ങിയാൽ ഒരുപക്ഷെ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തും. അതുകൊണ്ട് പൊതുഗതാഗത വകുപ്പ് മന്ത്രി ഇപ്പോൾ നിലവിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ നിയമങ്ങൾ പുനഃപരിശോധിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. മാത്രമല്ല, സ്വകാര്യ വാഹനങ്ങൾക്ക് മാത്രം ഇത്തരത്തിലൊരു നിയമം ബാധകമാക്കുമ്പോൾ എന്തുകൊണ്ടാണ് KSRTC വാഹനങ്ങൾക്ക് ഇത് ബാധകമല്ലാത്തത് എന്ന് മനസ്സിലാകുന്നില്ല. സാധാരണ KSRTC ഡ്രൈവർമാർ നിരത്തിൽ വണ്ടി ഓടിക്കുമ്പോൾ ധാരാളം അപാകതകൾ വരുത്താറുണ്ട്, അതുപോലെ തന്നെ നിയമലംഘനങ്ങൾ നടത്താറുണ്ട് എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് കെ.ബി. ഗണേഷ് കുമാർ മറന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. സ്വകാര്യ വാഹനങ്ങൾക്ക് ഒരു നിയമം ഏർപ്പെടുത്തുമ്പോൾ അത് KSRTC വാഹനങ്ങൾക്കും ബാധകമായ രീതിയിൽ തന്നെ വേണം കെ.ബി. ഗണേഷ് കുമാർ ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുവാൻ. അല്ലാതെ ഒരു പന്തിയിൽ 2 തരത്തിലുള്ള നിയമം എന്ന രീതിയിൽ അത് പ്രാബല്യത്തിൽ വരുത്താൻ സാധിക്കില്ലല്ലോ. KSRTCയുടെ വാഹനങ്ങൾ ഡ്രൈവറുടെ അനാസ്ഥ മൂലം അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ ആ വാഹനങ്ങൾ ഇതുപോലെ 6 മാസത്തെ പെർമിറ്റ് കട്ട് ചെയ്യുമോ, ഡ്രൈവറുടെ ജോലി മുടക്കുമോ, ഡ്രൈവറെ ജയിലിലടയ്ക്കുമോ എന്നുള്ള കാര്യങ്ങൾ കൂടി കെ.ബി. ഗണേഷ് കുമാർ എന്തുകൊണ്ട് വ്യക്തമാക്കുന്നില്ല എന്നാണ് ഇപ്പോൾ സ്വകാര്യ വാഹന ഉടമകൾ ചോദിക്കുന്നത്. അതിൽ ന്യായമുണ്ട് താനും. എന്തായാലും ഇവിടെ റോഡ് നിയമങ്ങൾ ശക്തമായ രീതിയിൽ തന്നെ എല്ലാവരും പാലിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിന് കർശനമായ റോഡ് ട്രാഫിക് നിയമങ്ങളാണ് വേണ്ടത്. ആ റോഡ് ട്രാഫിക് നിയമങ്ങൾ എല്ലാവരും പാലിക്കുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായ നിർദ്ദേശം നൽകിക്കൊണ്ട് മോട്ടോർ വാഹന വകുപ്പിനെ കൊണ്ട് ഇത് പരിശോധിക്കാനും വേണ്ടി വന്നാൽ പോലീസിന്റെ സഹായത്തോടു കൂടി റോഡിൽ നിയമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുമെല്ലാം നല്ല കാര്യം തന്നെയാണ്. എന്നാൽ ഡ്രൈവറുടെ അനാസ്ഥ മൂലമാണ് റോഡിൽ അപകടങ്ങൾ നടക്കുന്നതെങ്കിൽ തീർച്ചയായും ഡ്രൈവറുടെ പെർമിറ്റ് കട്ട് ചെയ്യാം, ഡ്രൈവറെ ജയിലിലടയ്ക്കുകയോ മാതൃകാപരമായി ശിക്ഷിക്കുകയോ എല്ലാം ചെയ്യാം. അതിൻ്റെ പേരിൽ വായ്പയെടുത്ത് വാഹനങ്ങൾ നിരത്തിലിറക്കിയിരിക്കുന്ന സ്വകാര്യ വാഹന ഉടമകളെ ഇങ്ങനെ ശിക്ഷിക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണം കെ.ബി. ഗണേഷ് കുമാർ ഉപേക്ഷിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ സ്വകാര്യ വാഹന ഉടമകൾ പറയുന്നത്. KSRTC വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് ഒരു നിയമം, പ്രൈവറ്റ് വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് മറ്റൊരു നിയമം എന്നുള്ളത് എങ്ങനെയാണ് അതിനൊരു സാധൂകരണം കിട്ടുക, എങ്ങനെയാണത് ന്യായീകരിക്കാൻ സാധിക്കുക, എങ്ങനെയാണത് ഉൾക്കൊള്ളാൻ സാധിക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ സ്വകാര്യ വാഹന ഉടമകൾ പറയുന്നത്. എന്തായാലും പൊതുഗതാഗത വകുപ്പ് മന്ത്രിയായ കെ.ബി. ഗണേഷ് കുമാർ ഈ ട്രാഫിക് നിയമങ്ങളുടെ ഭരണപരിഷ്കാരങ്ങളുടെ
സാങ്കത്യം പരിശോധിച്ച് ഏതെല്ലാം കൈക്കൊള്ളേണ്ടതുണ്ട്, ഏതെല്ലാം ഉപേക്ഷിക്കേണ്ടതുണ്ട് എന്ന് കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രം ഈ നിയമം പ്രാബല്യത്തിൽ വരുത്തണം എന്ന് തന്നെയുള്ള അപേക്ഷ അദ്ദേഹം കൈക്കൊള്ളും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വരുന്ന ആളുകളിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.